ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പഴങ്കഞ്ഞി കുടിക്കാനൊരു മോഹം, മഴയും കാര്യമൊക്കെയാണ്. എന്നാലും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു തണുപ്പ് കിട്ടട്ടെ എന്ന് കരുതി ഞാൻ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ ഫോണ് പറയുന്നതും ചെയ്യുന്നതും കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഫോൺ ദൂരെ കൊണ്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നോക്കട്ടെ, പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാം. വോയിസൊക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും. ഫോൺ കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആണല്ലോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ കറക്കം മുറക്കം കൊത്തുന്നുണ്ട്. ചന്തം നോക്കിയല്ല, കറക്കം മുറക്കം ഒരു ഇച്ചിരി സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ടൊരു മുട്ട തട്ടിപ്പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചട്ടി നല്ല ചൂടായിരിക്കുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് കടഞ്ഞെടുക്കണം. അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി ഉപ്പും കൂടെ. നമുക്ക് കൈയാണേ എപ്പോഴും പറയുന്ന പോലെ കൈ കൊണ്ട് ഉപ്പ് എടുക്കുന്നതാണ് കണക്ക്. സ്പൂണൊന്ന് ഒഴിച്ചെടുത്താൽ നമുക്കത് അളവ് തെറ്റും. കൈ കൊണ്ട് പഴയ അമ്മമാർ ചെയ്യുന്ന ആ രീതിയാണ് നമ്മുടെ രീതി. കാണാൻ പറ്റുന്നോ എനിക്ക്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുമോ? അറിയില്ല. വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. മുട്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് കടഞ്ഞെടുക്കുക. സവാള എല്ലാം പല രൂപത്തിലും പാകത്തിലും കിടക്കുകയാണ്. മുട്ട പൊരിച്ച് എടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് ഭംഗിയൊന്നും നോക്കുന്നില്ല കേട്ടോ. മുട്ടയ്ക്ക് ഷേപ്പൊന്നും നോക്കുന്നില്ല. ഞാൻ ഒഴിക്കുന്നത് തന്നെയാണ് ഷേപ്പ്. കട്ടായി കേട്ടാ. വീഡിയോ എടുത്തോണ്ട് നിൽക്കാൻ കട്ടായി. ഇനിയിപ്പോൾ അത് ഞാൻ എടുത്തോണ്ട് കിട്ടിയാ ഇല്ലെന്ന് അറിഞ്ഞൂടാ. വീഡിയോ എടുത്തോണ്ട് നിൽക്കാൻ കട്ടായി. അപ്പം ഞാനത് മുട്ട മറച്ചിട്ടിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുന്നുണ്ട്. ആ ചട്ടിയിൽ കിടന്ന് ബാക്കി ചൂടാവട്ടെ. ഇനി അടുത്ത് കഞ്ഞി എടുക്കുമ്പോഴത്തേക്ക് കാണാം. അപ്പം ഞാനിവിടെ മുട്ടയൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പഴങ്കഞ്ഞി എടുക്കാൻ പോകണം. അപ്പം ഞാൻ നമ്മൾ ഇന്നലെ വെച്ച കണവച്ചട്ടി ഉണ്ടല്ലോ, കാണാമോ എന്തോ? കണവച്ചട്ടിയിലിട്ടാണ് കഞ്ഞി കുടിക്കാൻ പോകുന്നത്. അരപ്പിനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി എടുക്കാം. കഞ്ഞി കൈ കൊണ്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കഞ്ഞി എടുത്തിട്ടുണ്ട്. അടുക്കളയ്ക്ക് സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ അടുത്തോട്ട് കൊണ്ടുവച്ച് കാണിച്ചു തരാം. കാണാൻ പറ്റുമോ എന്താ എൻ്റെ ഗുരുവായൂരപ്പ? കഞ്ഞി എടുത്തിട്ടുണ്ട്. ഫോണിന് എന്തോ ക്ലിയർ കുറവായിട്ട് തോന്നുന്നു കേട്ടോ. അതിലോട്ട് ഞാൻ കോരി വെച്ച കണവക്കറി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലെ നമ്മൾ വീഡിയോ കണ്ടിരിക്കും, നമ്മുടെ ലൈവ് കണ്ടിരിക്കും. കൊഞ്ചുണ്ടല്ലോ,
കൊഞ്ചിൻ്റെ അതും കൂടെ ശകലം വെക്കുന്നുണ്ട്. കൊഞ്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് തൈരൊക്കെ ചേർക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൊഞ്ചിനും കണവയ്ക്കൊക്കെ തൈര് കൂട്ടാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇച്ചിരി തണുപ്പ് കിട്ടട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി തൈര് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇന്നലെ വെച്ച മാങ്ങ അച്ചാർ തുടക്കട്ടെ. തുടച്ചില്ലെങ്കിൽ എന്താണെന്നറിയാവോ? നനഞ്ഞ സ്പൂണ് അച്ചാറിലിട്ടാൽ ശരിയാവത്തില്ല. വീഡിയോ കാണുന്നില്ലേ? ഫോൺ ഓടിക്കളിക്കുന്നുണ്ടോ? ഫോൺ ഓടിക്കളിക്കുകയാണെന്ന് തോന്നുന്നു. ഫോൺ ഓടിക്കളിക്കുന്നുണ്ടെന്ന് ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതിലോട്ട് നമ്മൾ ഇച്ചിരി മാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മുട്ടയും വെച്ചിട്ടുണ്ട്. ചമ്മന്തി വേണമായിരുന്നു. ഇപ്പം തന്നെ ആവശ്യത്തിന് കറികളുള്ളതുകൊണ്ട് ചമ്മന്തി ഒന്നും അരയ്ക്കാൻ ഞാൻ നിന്നില്ല. കാണാമോ? ഫോൺ എടുത്ത് കാണിച്ചുതരാം. വേണ്ടേ, കണവച്ചട്ടി, ഇന്നലെ വെച്ച കണവച്ചട്ടിയിൽ മാങ്ങ അച്ചാർ, കണവക്കറി, തൈര്, കൊഞ്ച് കറി, മുട്ട പൊരിച്ചത്. അപ്പോൾ കണ്ടോ നമ്മുടെ പഴങ്കഞ്ഞി കണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലിയർ ഉണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ നമുക്കറിയില്ല. ഞണ്ടിൻ്റെ കണവേരയും കൊഞ്ചിൻ്റെയും കൂടെ തൈര് കൂട്ടാമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ കൂട്ടുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട്. കഴിക്കട്ടെ. കുറേ നാളുകൾക്ക് കൊണ്ടൊരാഗ്രഹമാണ്. അത് ഞവടിയപ്പോൾ തന്നെ ഇവിടെ കപ്പലോടുന്നു. ഞാൻ രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തൈരും അച്ചാറും ഒക്കെ കണ്ടപ്പോൾ കഞ്ഞി കുടിക്കാനൊരു മോഹം. പഴം കഞ്ഞിയും ഉണ്ടായിരുന്നു. തലയ്ക്കും ശരീരത്തിനൊക്കെ ചൂടടിച്ചിരിക്കുകയാണ്. ആ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. തലയ്ക്ക് ശരീരത്തിനൊക്കെ ചൂടടിച്ചിരിക്കണം. ആ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് തൈരൊക്കെ കൂട്ടി. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ സമാധാനമായിട്ട് കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ടാറ്റാ, ബൈ ബൈ.